That was a bad time. അങ്ങനെ 2025 അങ്ങോട്ടായി കോൺടാക്ട് കൊടുക്കുന്നില്ല, ഞാൻ അങ്ങോട്ടായി കോൺടാക്ട് എടുത്തപ്പോൾ ഇക്കൊല്ലം എനിക്ക് തോന്നുന്നു ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് പണ്ട് കൊച്ചായിരുന്നപ്പോഴൊക്കെ സമയം പോകാനായിട്ട് ഞാനിങ്ങനെ സമയം നോക്കിയിരുന്നൊക്കെ കളയുമായിരുന്നു. ഇപ്പം കണ്ണടച്ച് തുറക്കുന്നതിനുള്ള 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പോകുന്നത്. ഞാനൊന്ന് കുളിക്കാനായിട്ട് കയറുമ്പോൾ 9 മണി കയറി ഇറങ്ങുമ്പോഴത്തേക്കും 10 മണിയാവും. എനിക്കറിയത്തില്ല പ്രായം കൂടുന്നതനുസരിച്ച് സമയത്തിന് സ്പീഡ് കൂടുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ എന്തായാലും ഈ കൊല്ലം it was very fast, it was very chaotic. So this year was fun. ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നടന്ന വർഷം. എനിക്ക് ഈ കൊല്ലം ഭയങ്കര സംഭവ ബഹുലമായിട്ടൊരു വർഷമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടതൊന്നും എനിക്കറിയത്തില്ല. കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുണ്ട്. കുറേ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യർ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ കുറേ നല്ല കാര്യങ്ങൾ വന്ന വർഷമായിരുന്നു. എവറിഥിങ് വാസ് ഇറ്റ് വാസ് ലൈക്ക് എ കംപ്ലീറ്റ് എന്റർടൈനിങ് മൂവി. കുറേ ഇങ്ങനെ പൊക്കോം താഴ്ചയും ആൻഡ് ഇറ്റ് കംസ് ടു എ വെരി ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ്. ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ക്ലൈമാക്സിലേക്ക് ഇത് കൊണ്ടെത്തിച്ച ഒരു വർഷമാണ്. സോ ഐ എം ലൈക്ക് നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ദിസ് വർഷം, ബട്ട് കൈൻഡ് എൻജോയ്ഡ് ദിസ് റൈഡ് ഐ ഗെസ്. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഞാൻ ഒരു ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ നഷ്ടങ്ങളെ പറ്റി പറയാം. അതാകുമ്പോഴത്തേക്ക് നമുക്ക് അവസാനം പറയാനായിട്ട് കുറച്ച് നല്ല കാര്യങ്ങളുണ്ടാവുമല്ലോ. ഈ കൊല്ലം ആൻഡ് ഓൾസോ ദിസ് വീഡിയോ ഇസ് നോട്ട് ഫോർ ഞാൻ ഇന്നൊക്കെ ചെയ്തു അതിനൊന്നും വേണ്ടിയിട്ടല്ല. എനിക്കൊരു 5 വർഷം കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഈ കൊല്ലം എന്തായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടോ. എനിക്ക് എഴുതാൻ നല്ല മടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അത്രയും വലിയ ലാഭമായിരിക്കും, അത്ര എഴുതണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം എനിക്ക് നല്ല മടിയുള്ള കൂട്ടത്തിൽ. അപ്പോൾ എഴുതി പിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കേസല്ല. നമ്മൾ ഇങ്ങനെ വാവച്ചുള്ള പരിപാടികളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. ഈ കൊല്ലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന 2 പേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേണമെന്നിരുന്ന ആളുകളെ ഒന്നും പറയേണ്ട അവരങ്ങ് ഇറങ്ങിപ്പോയ ഒരു കൊല്ലമായിരുന്നു. സോ ഐ ഫീൽ 2 അല്ല 3 ആളുകൾ. ഒന്നാമത്തെ കാര്യം എൻ്റെ സർക്കിൾ ഭയങ്കര ചെറുതാണ്. എനിക്ക് വിരലിലെണ്ണാവുന്ന കൂട്ടുകാരും വിരലിലെണ്ണാവുന്ന എന്നെ വ്യക്തമായി അറിയാവുന്ന മനുഷ്യരും വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടായിരുന്ന 3 പേരിൽ ആകെപ്പാടെ 5-6 പേരേ ഉള്ളൂ. അതിനകത്ത് 3 പേര് പോവാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് അത്യാവശ്യം നല്ലൊരു സംഘം ആളുകളാണ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു ഇച്ചിരി വിഷമമുണ്ടായ കൂട്ടത്തിലുള്ള ഒരു വർഷമാണ്. എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് സിബ്ലിങ്സ് ആരും ഇല്ല. ഞാൻ ഒരു സിംഗിൾ ചൈൽഡാണ്. എൻ്റെ കാണിപ്പുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നമുണ്ട്. സോ ഐ എം എ സിംഗിൾ ചൈൽഡ്. ഞാൻ പലരുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അവരെന്നത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചേട്ടന്മാരങ്ങനെ പറഞ്ഞു, അവരുടെ ചേച്ചിമാരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ എത്താൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് പഠിച്ചാൽ അത് എത്താൻ പറ്റും. എൻ്റെ ജീവിതത്തിലൊന്നും അത് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. ഞാനെല്ലാം എപ്പോഴും ട്രയൽ ആൻഡ് എററിലൂടെ തന്നെ ആയിരുന്നു. ഇപ്പം തീയിൽ വെച്ച കൈ പൊള്ളുമെന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അച്ഛനമ്മയും പറഞ്ഞു തരുന്ന പോലെ അല്ലല്ലോ നമുക്ക് സിബ്ലിങ്സ് പറഞ്ഞു തരുന്നത്. ഉറപ്പായിട്ട് അച്ഛനമ്മ എനിക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ സിബ്ലിങ്സ് പറഞ്ഞു തരുമ്പോഴത്തേക്കും ഇറ്റ് കംസ് ഫ്രം ഡിഫറെൻറ്റ് ലെവൽ യുനോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു തരാനായിട്ട് എനിക്ക് ആരും ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ തീയിൽ കൈ വെച്ച് തന്നെ പൊള്ളിച്ചിട്ടാണ് പഠിച്ചത്. ഈ കൈ വെച്ചുകൂടാ എന്നൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് എന്നെയൊക്കെ മൂത്തവരായിട്ടുള്ള ആളുകളെ എൻ്റെ അടുത്ത് കൂട്ടുകൂടുമ്പോഴത്തേക്കും ഐ ഫീൽ റിയലി ഹാപ്പി. ഞാൻ ആ ഒരു സ്പേസിന് വേണ്ടി എപ്പോഴും ക്രേവ് ചെയ്യും. എപ്പോഴും ആൺകുട്ടികൾക്ക് ഒരു മൂത്തവരായിട്ടുള്ള ചേച്ചിമാർ ആൺകുട്ടികൾക്ക് എപ്പോഴും ചേച്ചിമാരുണ്ടാകുന്ന ഒരു പ്രത്യേക സന്തോഷമാണെന്ന് ഞാൻ പലപ്പോഴും പലരുടെയും ചേച്ചിമാരുടെ അവരുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് ഞാൻ കണ്ട് കൊതിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും എന്നെയൊക്കെ മൂത്തവരായിട്ടുള്ളവർ എൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഐ ക്രേവ് ഫോർ ദറ്റ് സിസ്റ്റർലി ബോണ്ടിൻ്റെ. ഐ വോണ്ടഡ് ദാറ്റ് ഒരു അങ്ങനൊരു സാധനം എപ്പോഴും ഞാൻ ക്രേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 2 പേരും എനിക്ക് എൻ്റെ ചേച്ചിമാരുടെ സ്ഥാനത്ത് തന്നെ ആയിരുന്നു. പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ വെച്ചിട്ട് ഐ ഡോണ്ട് നോ ഹൗ ദിസ് തിങ്സ് ഫെൽ ഓഫ്. ബട്ട് 2 പേരും എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും പറയാണ്ട് ദേ സെഡ് ലൈക്ക് ടാറ്റാ ബൈ ബൈ. അത് പറഞ്ഞിരുന്നേ ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി. ദേ ജസ്റ്റ് ലെഫ്റ്റ് ആൻഡ് ഐ ലോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് വൺ ഓഫ് മൈ വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഞങ്ങൾ കുറച്ച് നാൾ നന്നായിട്ട് ഒരുമിച്ച് വളർന്നു. ജീവിതത്തിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് സ്റ്റേജുകളിലൂടെ ഞങ്ങളുടെ ഒരുമിച്ച് പോയി. ആൻഡ് unfortunately somewhere in between all these things I lost him. മരിച്ചൊന്നും പോയിട്ടില്ല കേട്ടോ, ചത്തുപോയിട്ടില്ല. ഓണ്ട് വി ജസ്റ്റ് സ്റ്റോപ്പ് ടോക്കിങ്, അതേ ഉള്ളൂ. അവനും ജീവിതത്തിൽ നല്ലത് വരണമെന്ന് എനിക്കും ഒരിക്കൽ ആഗ്രഹമുള്ളൂ. പക്ഷേ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ് ഞാൻ അവൻ്റെ ജീവിതത്തിലുണ്ടായിട്ടും അവൻ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടും ദർ വോണ്ട് ബി എനിത്തിങ് ഫ്രൂട്ട്ഫുൾ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും. സോ that's the flopcorn that I had in this year. And this year was so good എൻ്റെ career wise. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേജ് 16,000 നിന്ന് 27,000 മാറി. ഒറ്റയടിക്ക് ഒരു 10,000 ഷിഫ്റ്റ് ആയിരുന്നു. മൈ കോണ്ടൻറ്റ്സ് വർ ഗോയിങ് വൈറൽ. കുറേ പേര് ഫോളോ ചെയ്തു, അറിയാത്ത ആളുകളും മെസ്സേജ് അയച്ചു. കുറേ ഞാൻ ഫോളോ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ, ആർട്ടിസ്റ്റുകൾ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവർ മെസ്സേജസ് ഒക്കെ അയക്കാൻ തുടങ്ങി. ആൻഡ് ദിസ് ഇയർ ഐ ഫെൽ
ലൈക്ക് എനിക്കും കഴിവൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം വന്നു തുടങ്ങിയ വർഷമാണ്. എനിക്ക് കഴിവുണ്ടെന്ന് അറിയാം, പക്ഷെ വാട്ട് ഇഫ് ഐ സേ ഇറ്റ് ഔട്ട് ലൗഡ്, അത് വാട്ട് ഇഫ് ദ പബ്ലിക് ഡസൻറ്റ് അക്സെപ്റ്റ് ഇറ്റ്, നീ അവരുടെ അത്രയും ആയിട്ടില്ലല്ലോ, അപ്പം നിനക്കത് പറയാൻ അവകാശമില്ല എന്നുള്ളൊരു സാധനത്തിൽ എന്നൊരു വിചാരത്തിലായിരുന്നു ഇരുന്നത്. പക്ഷേ റൈറ്റ് നൗ ഐ ഫീൽ ലൈക്ക് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, അത് വേണ്ടുന്ന പോലെ അവരവരെ ചെയ്തോളും, അത്രേ ഉള്ളൂ. കരിയർ വൈസ് പറയുമ്പോഴത്തേക്കും അടുത്ത കാര്യമായിരുന്നു എൻ്റെ കൊളാബറേഷൻസും ബ്രാൻഡ് കൊളാബറേഷൻസിനെ പറ്റിയിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഐ വർക്ക് വിത്ത് റിയലി ഗുഡ് ബ്രാൻഡ്സ്. എനിക്ക് താടി ആദ്യം വളർന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം വാങ്ങിച്ചത് ഒരു ഫിലിപ്സിൻ്റെ ട്രിമ്മറായിരുന്നു. എനിക്ക് അവരോടൊപ്പം കൊളാബ് ചെയ്യാൻ പറ്റി. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം ഒരു വലിയ വണ്ടി വാങ്ങിക്കുന്നത് ഒരു ടാറ്റ ഹാരിയറാണ്. എനിക്ക് ടാറ്റയുടെ കൂടെ ഒരു കൊളാബ് ചെയ്യാൻ പറ്റി. എന്നിട്ട് കുറേ അധികം ബ്രാൻഡ്സായിട്ട് എനിക്ക് നല്ല രീതിയിൽ കൊളാബ്സ് ചെയ്യാൻ പറ്റി. അവരെ നന്നായിട്ട് പൈസ വാങ്ങിക്കാൻ പറ്റി. ഈ കൊല്ലമാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നാൾ പണിയെടുത്തതിനകത്തും എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയത് ഈ വർഷമാണ്. അപ്പം ഐം റിയലി ഹാപ്പി. ഈ കൊല്ലം പല രീതിയിലും പല ഡയമെൻഷൻസിലും ഒക്കെ ഇങ്ങനെ ചെതറി പോയെങ്കിലും ഇറ്റ് കെയിം ബാക്ക് ടു ഒരു പോയിന്റിലേക്ക് എത്തി. ആൻഡ് ദാറ്റ് ആ പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നതും ദറ്റ് ഞാൻ വിശ്വസിക്കാതിരുന്ന എൻ്റെ കഴിവുകളുണ്ടായിരുന്നല്ലേ, അതിനകത്ത് ബാക്കിയുള്ളവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവർ വിശ്വസിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്കതിനകത്ത് വിശ്വാസം ഉണ്ടായി തുടങ്ങിയത്. അപ്പം ഞാനിതെങ്ങനെ ഇതാക്കുന്നതെന്ന് വെച്ചാൽ, ഇത്രയും വലിയ ബ്രാൻഡുകൾ ദേ ആർ അപ്രോച്ചിങ് മീ ടു മേക്ക് വീഡിയോസ് ഫോർ ദം. സോ ദാറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് സംതിങ് ഇൻ മീ, റൈറ്റ്? അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദിസ് ഇയർ വാസ് എൻ ഐ ഓപ്പണർ ഫോർ മീ. ആൻഡ് ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഡിസിഷൻ എടുത്തു. ഐ മൂവ്ഡ് അബ്രോഡ്. ഇതെല്ലാം കളഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ജീവിതത്തിൽ പേടിയുണ്ടായിരുന്നത്, എനിക്ക് എപ്പോഴും വേണ്ടിരുന്നതും ഐ വോണ്ടഡ് എൻ്റെ ലോങ് ടേം എൻ്റെ ലൈഫിലെ ഗോൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഐ വോണ്ടഡ് കംഫർട്ട് ആൻഡ് ഐ വോണ്ട് ഫെമിലിയാരിറ്റി ഇൻ എവറി സിംഗിൾ തിങ് ഐ ഡു. എനിക്ക് വീട്ടിൽ 5 ദിവസം ചോറും പരിപ്പ് കറിയും തന്നാലും ഞാൻ കഴിക്കും. എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ദോശയും സാമ്പാറും രാവിലെ. ഐ ഹാവ് നോ ഫക്കിങ് പ്രോബ്ലം ഇൻ ദാറ്റ്. കാരണം ഐ ലവ് ഫെമിലിയാരിറ്റി. എനിക്ക് ഒരു സാധനം പെട്ടെന്ന് മാറുമ്പം എനിക്കത് ബുദ്ധിമുട്ടാണ്. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. എനിക്ക് എല്ലാ ദിവസവും ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് എനിക്ക് പോകത്തുള്ളൂ. ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, എനിക്കൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അല്ലാണ്ട് ഞാൻ വിട്ടുപിടിക്കത്തില്ല. ബിക്കോസ് ഐ ഫൗണ്ട് കംഫർട്ട് ഇൻ ദാറ്റ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ട്രൈ സംതിങ് ന്യൂ. എൻ്റെ ഫ്രണ്ട് അക്ഷയ് എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന കാര്യം, നീ ഇത് കഴിച്ചു, ഇനി അത് കഴിക്കുക. അപ്പം ഞാൻ പറയും, ഇല്ല, അത് കഴിക്കില്ല. കാരണം എനിക്ക് ഇതാണ് അറിയുന്നത്, അത് എനിക്കറിയത്തില്ല. അപ്പം അവൻ പറയും, അപ്പം അറിയാത്ത സാധനമല്ലേ കഴിച്ച് നോക്കണം. പറയില്ല, വോട്ട് ഇപ്പം അറിയാത്ത സാധനം കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ? ഇല്ല മോനെ, റിസ്ക് എടുക്കില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഐ ടുക്ക് 180-degree ടേൺ എൻറ്റയർലി. ആൻഡ് ഞാൻ പുറത്ത് പഠിക്കാനുള്ള തീരുമാനം എടുത്തു. അഡ്മിഷൻസായി, അതിനിടയിൽ കൂടെ കുറേ ഓട്ടം. ആൻഡ് എൻറ്റയർലി മൂവ് ടു എ ഡിഫറെൻറ്റ് കൺട്രി. ഞാൻ ജീവിതത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് ചൂടുള്ള ഇപ്പം ഞാൻ രാജ്യം വിട്ടു പോകുമെന്നൊന്നും എനിക്കൊരു ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല. രാജ്യം വിട്ട് പോവുകയാണെങ്കിൽ തന്നെ ഐ വാണ്ടഡ് ടു ഗോ സംവെയർ വിച്ച് വാസ് വാം. എനിക്ക് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ ഉണ്ട്. അപ്പോൾ എനിക്ക് തണുത്ത രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇരുണ്ട അന്തരീക്ഷമൊക്കെ കാണുമ്പോഴത്തേക്കും എൻ്റെ മൂഡ് കംപ്ലീറ്റ്ലി ഔട്ടാവും. ഐ വോണ്ട് ബി വെരി പ്രൊഡക്റ്റീവ്. ഐ ബി ജസ്റ്റ് സ്ലൗച്ചിങ്. എനിക്ക് ഒട്ടും എനർജി ഇല്ലാത്ത പോലെയൊക്കെ ആവും. അപ്പോൾ എനിക്ക് തണുത്തൊരു രാജ്യത്തേക്ക് ഒരിക്കലും മാറണമെന്നുണ്ട്. എന്നിട്ട് ദൈവം എനിക്ക് കൃത്യമായിട്ട് അഡ്മിഷൻ കൊണ്ടുത്തന്നതും ഈ ഡബ്ലിനിലേക്കാണ്. ഈ ഡബ്ലിനിലാണെങ്കിൽ ഇവിടെ സൂര്യനെ കണ്ടിട്ട് കൊല്ലങ്ങളായി. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഐ ഡോണ്ട് നോ, എനിക്കൊരു തിങ്സ് വെരി സ്മൂത്ത്. എനിക്ക് തോന്നുന്നു ദൈവം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിനകത്ത്. എനിക്ക് ഒരു നിമിഷം പോലും വിഷമിക്കേണ്ട സാഹചര്യം ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എല്ലാത്തിനും സംബഡി വാസ് പ്രൊട്ടക്റ്റിങ് മീ. എനിക്ക് വിഷമം ഉണ്ടായ സാഹചര്യങ്ങളുണ്ട്, എനിക്ക് ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ എവിടേക്കോ സംവെയർ എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് എൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വാസ് റിയലി നൈസ്, സ്റ്റാർട്ടിങ് എവറിത്തിങ് ഫ്രം സ്ക്രാച്ച്. ഇപ്പം ഐ എം ലൈക്ക് 25 years old. സോ സ്റ്റാർട്ടിങ് എവറിത്തിങ് അഗൈൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ഐ ബിലീവ് ദാറ്റ് ഗോഡ് വാസ് ദേർ വിത്ത് മീ ത്രൂ ഔട്ട് ദിസ് ഇയർ ആൻഡ് മെയ്ഡ് എവറിത്തിങ് സ്മൂത്ത്. അങ്ങനെ പെട്ടെന്നൊരു രാജ്യത്തിലേക്ക് താമസം മാറി. ഇപ്പോൾ ഏകദേശം 100 ദിവസം കഴിയുന്നു ഡബ്ലിനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട്. ഞാൻ ഈ വീടിനെ വിളിക്കുന്നത് ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഐ ടു കമ്മിങ് ഔട്ട് ടുഡേ, ഐ എം സെയിങ് നോ, ഐ ജസ്റ്റ് സിറ്റ് അറ്റ് ഹോം ടുഡേ. സോറി, അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ബ്രേക്ക് വന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ SD കാർഡ് ഫുള്ളായി. ഇനി എനിക്ക് 4 മിനിറ്റത്തേക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ 4 മിനിറ്റത്തേക്കുള്ള ടൈം എടുക്കുന്നില്ല. അപ്പം ഞാൻ ഇത് റാപ്പ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്, ദിസ് ഇയർ വാസ് a roller coaster, but I enjoyed the ride. That's the entire point. എത്രത്തോളം മോശമായാലും ഒക്കെ എവിടെയെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ടണൽ അവിടെ ഒരു ഹോപ്പ് ഉണ്ടാവും
എന്നൊരു വിശ്വാസത്തിൽ അങ്ങ് പോവുക. ഉണ്ടാവില്ല എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ഐ തിങ്ക് വീൽ എൻജോയ് ദ ജേർണി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ കുറേ കൂടെ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഞാൻ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഞാനിങ്ങനെ എന്താവും പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ പതിയെ ഐം ജസ്റ്റ് ട്രൈങ് ടു ചേഞ്ച്. ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ സന്തോഷിക്കാനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് വർക്കിംഗ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കൊല്ലം മോശമായിരുന്നെങ്കിൽ അടുത്ത കൊല്ലം നല്ലൊരു കൊല്ലമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് അതിനേക്കാൾ നല്ലൊരു കൊല്ലമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പോലെ ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സോ ഇഫ് യു ന്യൂ ഹിയർ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. കൊച്ചച്ഛൻ, കുഞ്ഞമ്മ, വല്യമ്മ, വല്യച്ഛൻ, അപ്പുറത്തോട്ടുള്ള ചേച്ചി, അപ്പുറത്തോട്ടുള്ള ആൻറ്റി, എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കുക. എന്നിട്ട് ആൻഡ് ലെറ്റ്സ് ബിക്കം എ ബിഗ് ഫാമിലി ആൻഡ് ലെറ്റ്സ് സീ ഹൗ ദിസ് ജേർണി ഗോസ്. എന്തായിത്തീരും എൻ്റെ ജീവിതം. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ അടുത്ത കൊല്ലം കാണുന്നതായിരിക്കും. അപ്പോൾ ശരി, സ്റ്റേ സേഫ്. ഹാപ്പി ന്യൂ ഇയർ.